ഹായ് എവ്രിവൺ. എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക പ്രവേഗം എന്ന കോൺസെപ്റ്റ് ആയിരുന്നു. അത് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മോഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഷനിലെ പ്ലെയിൻ ആണ്. പ്ലെയിനിൽ കൂടുതലായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് വെക്റ്റർ അഡീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ റിസോൾവ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മോഷനെ പ്ലെയിനിൽ നമുക്ക് നോക്കാനുള്ളത്. അതൊരു പ്രോബ്ലം ബേസ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കും. ഇപ്പൊ നമുക്ക് മോഷനിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ലോസ് ഓഫ് മോഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ അരിസ്റ്റോട്ടിൽസ് ഫാലസി, ഗലീലിയോസ് എക്സ്പെരിമെന്റ്സ് എന്നുള്ള കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു. അരിസ്റ്റോട്ടിൽസ് ഫാലസി അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിന്റെ മിഥ്യാധാരണ എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. യെസ് എന്നുള്ള ഒരു കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അല്ലെങ്കിൽ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഈ നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നോട്ട്സ് എഴുതിയെടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഇമെയിൽ IDയിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അരിസ്റ്റോട്ടിൽ എന്ത് മിഥ്യാധാരണയാണ് വെച്ച് പുലർത്തിയിരുന്നതെന്ന് നോക്കാം. അദ്ദേഹം ഒരുപാട് മിഥ്യാധാരണകൾ ഇതുപോലെ വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം BC 384 ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതിന്റെ ചലനം തുടർന്നു കൊണ്ടുപോകാൻ ബാഹ്യമായ ഏതോ ഒരു ശക്തി വേണമെന്നായിരുന്നു BC 384 മുതൽ BC 322 വരെ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ കാഴ്ചപ്പാട്. അതായത് ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ ചലനം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് വേണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അരിസ്റ്റോട്ടിലിന്റെ ഈ പ്രവചനം അനുസരിച്ച് ഇപ്പം വില്ലുന്നൊരു അമ്പ് പോവുകയാണെങ്കിൽ ആ അമ്പ് പുറകിലുള്ള വായുവിന്റെ ഫോഴ്സ് പ്രകാരം, വായുവിന്റെ തള്ളൽ പ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ കാഴ്ചപ്പാടനുസരിച്ച് വില്ലിൽ നിന്ന് എയ്ത് വിട്ട അമ്പ് അതിന് പിന്നിലുള്ള വായുവിന്റെ തള്ളൽ മൂലം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ രൂപപ്പെടുത്തിയ ആശയങ്ങളുടെ വിശാലമായ ചട്ടക്കൂടിന്റെ ഭാഗമായിരുന്നു ഈ വീക്ഷണം. എന്നാൽ പിൽക്കാലത്ത് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച മിക്ക ആശയങ്ങളും തെറ്റാണെന്നും നമ്മെ ബാധിക്കുന്നവയല്ലെന്നും തെളിയിക്കപ്പെടുകയുണ്ടായി. അരിസ്റ്റോട്ടിലിന്റെ ചലന നിയമം ഇപ്രകാരം സംഗ്രഹിക്കാം. വസ്തുക്കളുടെ ചലനം തുടർന്നു കൊണ്ടുപോകുന്നതിന് ഒരു ബാഹ്യബലം ആവശ്യമാണ്. ഇതാണ് അരിസ്റ്റോട്ടിലിന്റെ ഒരു ചലന നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഇത് എല്ലാ സന്ദർഭങ്ങളിലും ശരിയായിരിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? ഇത് ചില സന്ദർഭങ്ങളിൽ ശരിയായി വരാം, പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും ഇത് ശരിയായി കൊള്ളുന്നില്ല. ഇതൊരു ജനറൽ കോൺസെപ്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ തിയറിയിൽ പറ്റിയ തെറ്റെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തായിരുന്നു അയാൾക്ക് സംഭവിച്ച ഫാലസി, എന്തായിരുന്നു അതിലെ മിസ്റ്റേക്ക്? അതായത് ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിപ്പാട്ട കാർ അല്പസമയം കഴിയുമ്പോൾ നിശ്ചലമാകുന്നത് തറയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണ ബലം മൂലമാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലമാണ്. ഈ ഘർഷണ ബലത്തെ പ്രതിരോധിക്കാൻ കുട്ടി ഒരു ബാഹ്യബലം കാറിൽ പ്രയോഗിക്കേണ്ടി വരുന്നു. കാർ സമചലനത്തിലാണെങ്കിൽ അതിലൊരു ബാഹ്യബലവും പ്രയോഗിക്കപ്പെടുന്നില്ല എന്ന് കാണാം. കാരണം കുട്ടി പ്രയോഗിക്കുന്ന ബലം ഘർഷണ ബലത്തെ നിർവീര്യമാക്കുന്നു. അതായത് ഘർഷണബലം ഇല്ലെങ്കിൽ കുട്ടിക്ക് തന്റെ കളിപ്പാട്ട കാറിന്റെ സമചലനത്തിനായി ഒരു ബാഹ്യബലം പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലെന്ന് അനുമാനിക്കാവുന്നതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ടോയ് കാർ ഒരു കുട്ടി ആദ്യം തള്ളിവിടുകയാണ്. കുറച്ചു ദൂരം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? തന്നെത്താനെ സ്റ്റോപ്പ് ആവും. വീണ്ടും അതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടി അത് പിന്നെയും ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിപ്പിക്കണം അല്ലേ? എന്തുകൊണ്ടാണ് ഈ ടോയ് കാർ ആദ്യം മൂവ് ചെയ്യിച്ചതിന് ശേഷം സ്റ്റോപ്പ് ആവുന്നത്? അതിന് കാരണം ഘർഷണ ബലമാണ്. ഈ ഘർഷണ ബലമാണ് ഇവിടെ ഈ കാറിന്റെ ചലനത്തെ എതിർക്കുന്നത്. ഇനി ഇവിടെ ഈ ഘർഷണ ബലം ഇല്ല എന്ന് വിചാരിക്കുക. ഘർഷണ ബലം ഇല്ലെങ്കിൽ ഈ കാർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അവസാനം പറയുന്നത്. അതായത് ഘർഷണ ബലം ഇല്ലെങ്കിൽ കുട്ടിക്ക് തന്റെ കളിപ്പാട്ട കാറിന്റെ സമചലനത്തിനായി ഒരു ബാഹ്യബലം പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല.
ഇത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ഘർഷണ ബലം എന്നുള്ള ഒരു എക്സ്ട്രാ ഫോഴ്സിന്റെ കാര്യം ഒരിക്കലും അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ല. ഒരു മിനുസമുള്ള തറയിൽ കൂടെ എങ്ങനെ ഒരു വസ്തുവിന് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്തു കൂടെ മൂവ് ചെയ്യാം, തുടർച്ചയായി മൂവ് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. അതാണ് അരിസ്റ്റോട്ടലിന്റെ തിയറിക്ക് പറ്റിയ തെറ്റ്. ഈ ഒരു തെറ്റിനെ വിശദീകരിച്ചത് പിന്നീട് വന്ന ഗലീലിയോ ആയിരുന്നു. ഗലീലിയോ അദ്ദേഹം ഒരു 2-3 എക്സ്പെരിമെന്റ്സ് ചെയ്തതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി ഘർഷണബലം എന്നുള്ള ഒരു ബലം ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് വസ്തുക്കളുടെ ചലനത്തിന് ഒരു സ്റ്റോപ്പ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു എതിർ ബലം അനുഭവപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സ്പെരിമെന്റ്സ് നിങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന 1 എന്ന് പറയുന്ന ഇമേജ് ശ്രദ്ധിക്കുക. ഒരു മിനുസമായുള്ള തറ, ഒരു ഐഡിയൽ കേസിൽ അവിടെ ഘർഷണ ബലമൊന്നും ആക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. താഴോട്ട് വരുന്ന ഒരു ബോൾ ആണെന്ന് വിചാരിക്കുക. അതിന് എന്തുണ്ടാവും? അതിന് ആക്സിലറേഷൻ ഉണ്ടാവും. അത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. അത് സ്പീഡിലായിരിക്കും താഴോട്ട് വരുന്നത്. അതുകൊണ്ട് അതിന് ആക്സിലറേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ത്വരണം ഉണ്ടാകും താഴോട്ട് വരികയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ പിക്ചറിലെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ബോൾ ഉരുട്ടി മേലോട്ട് കയറ്റുകയാണ്. മേലോട്ട് കയറ്റുന്ന അവസരത്തിൽ ആ ഒരു വസ്തുവിന് എന്തുണ്ടാവും? ഡീസലറേഷൻ, അല്ലെങ്കിൽ മന്ദീകരണം ഉണ്ടാവും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്, വെലോസിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് മന്ദീകരണം ഉണ്ടാവും. ഇനി രണ്ടുമല്ല, ഒരു മിനുസമായ തറ അവിടെ ഒരു ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന, അവിടെ പ്രത്യേകിച്ച് ഒരു റെസിസ്റ്റൻസും അനുഭവപ്പെടുന്നില്ല. അതായത് താഴോട്ട് വരുന്ന സമയത്ത് ഉള്ള പ്രതലം എന്ന് പറയുന്നത് അവിടെ ഒരു ചെരിവ് വെച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ആക്സിലറേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മിനുസമായിട്ടുള്ള തറയിൽ ഫ്രിക്ഷൻ ഒട്ടുമില്ല എന്നുള്ളൊരു സന്ദർഭത്തിൽ ആ ബോളിന് എന്ത് സംഭവിക്കും? ആ ബോള് ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ ബോൾ യൂണിഫോം മോഷനിലായിരിക്കും. അതിന് ആക്സിലറേഷനോ അല്ലെങ്കിൽ ഡീസിലറേഷനോ, ത്വരണമോ മന്ദീകരണമോ ഒന്നും സംഭവിക്കാതെ അത് സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചിത്രത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചത്. മൂന്നാമത്തെ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം വിശദീകരിച്ചത്. ഇനി അദ്ദേഹം മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്തു. അതിന്റെ ചിത്രം നമ്മൾ അടുത്ത ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടറ്റം വളഞ്ഞിരിക്കുന്ന ഒരു പ്രതലമാണെന്ന് കരുതുക. അതിന്റെ ആദ്യത്തെ അറ്റത്ത് നിന്നും ഒരു ബോള് താഴോട്ടിടുന്നു. അപ്പോൾ ഒരു ഐഡിയൽ കേസിൽ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ, അതായത് ഘർഷണബലം അനുഭവപ്പെടുന്നില്ല എങ്കിൽ, ആദ്യം ആ ബോൾ എവിടെ നിന്ന് തുടങ്ങിയോ അതേ ഉയരത്തിൽ തന്നെ രണ്ടാമത്തെ അറ്റത്തും അത് എത്തും, അവിടെ ഘർഷണബലം ഇല്ല എങ്കിൽ. ഇനി രണ്ടാമത്തെ അറ്റത്തെ ചരിവ് നമ്മൾ കുറച്ചുകൂടെ കുറച്ചു എന്നിരിക്കട്ടെ. അപ്പൊ എന്ത് സംഭവിക്കും? ആ ബോള് കുറച്ചുകൂടെ ദൂരം സഞ്ചരിക്കും, അല്ലെ? സെയിം ദൂരം തന്നെ സഞ്ചരിക്കും, പക്ഷെ കുറച്ചുകൂടെ ദൂരം സഞ്ചരിക്കും. കാരണം ചെരിവിന് എന്ത് സംഭവിച്ചു? ചെരിവ് നമ്മൾ കുറച്ചുകൂടെ കുറച്ചു. ഇനി അടുത്ത കേസിൽ നമ്മൾ ചെരിവ് മൊത്തത്തിൽ കുറച്ച് അതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ആ ബോൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒട്ടും ഘർഷണം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ ബോള് യൂണിഫോം മോഷനിൽ, അതായത് സമപ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവിടെ ത്വരണമോ മന്ദീകരണമോ ഒന്നും ഉണ്ടാവില്ല. അതായത് പ്രായോഗികമായി തിരശ്ചീന തലത്തിലൂടെ സഞ്ചരിക്കുന്ന പന്ത് കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം നിശ്ചലമായി തീരും. സാധാരണ കേസിൽ നമ്മൾ ഒരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് നിശ്ചലമാവും. എന്നാൽ അതെന്തുകൊണ്ടാണ് നിശ്ചലമാവുന്നത്? അവിടെ ആ പന്തിന്റെ ചലനത്തെ എതിർക്കുന്ന രീതിയിലൊരു ഘർഷണ ബലമുണ്ട്. ഈ ഘർഷണ ബലം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്തതാണ്. എത്ര നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും എത്ര മിനുസാക്കിയാലും അവിടെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടാവൂലേ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഘർഷണ ബലത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഈ ബോള് നിൽക്കാനുള്ള കാരണം. ഘർഷണ ബലം നിലനിൽക്കുന്നില്ലെങ്കിൽ തിരശ്ചീന പ്രതലത്തിലൂടെ ഈ പന്ത് സ്ഥിരപ്രവേഗത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ സ്ഥിരം ഉദാഹരണങ്ങൾ എടുക്കാം. കാരണം നമ്മളൊരു ബോള് ഒരു ടൈൽ ഇട്ട തറയിൽ കൂടിയാണ് നമ്മൾ ഉരുട്ടി വിടുന്നെങ്കിൽ ബോൾ ഉരുണ്ട് പോവും. അതിന് അതല്ലാതെ നമ്മളൊരു മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു റോഡിലാണെങ്കിൽ ബോൾ അവിടെ തന്നെ നിൽക്കുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇപ്രകാരം അരിസ്റ്റോട്ടിൽ വിട്ടുപോയ ചലനത്തെ സംബന്ധിച്ച ഒരു വസ്തുത കൂട്ടിച്ചേർക്കാൻ ഗലീലിയോയ്ക്ക് കഴിഞ്ഞു. എന്ത് വസ്തുതയാണ് ഗലീലിയോ കൂട്ടിച്ചേർത്തത്? വസ്തുക്കളുടെ നിശ്ചലാവസ്ഥയും സ്ഥിരപ്രവേഗത്തോടെയുള്ള നേർരേഖാ ചലനവും സമാനമാണ്. അതായത് വസ്തുക്കൾ നിശ്ചലാവസ്ഥയാണ്, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നതും അതേപോലെ ഒരു ഒരു കോൺസ്റ്റന്റ് പ്രവേഗത്തോടെ അത് സഞ്ചരിക്കുന്നതും ഒരു സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു നേർരേഖയിൽ സമപ്രവേഗത്തോടെ സഞ്ചരിക്കുന്നതും ഏകദേശം സമാനമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഈ രണ്ട് അവസ്ഥകളിലും വസ്തുവിൽ ഒരു ബലവും പ്രവർത്തിക്കുന്നില്ല. ശരിയല്ലേ? വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും അതിൽ ബലം പ്രയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഒരു സമപ്രവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അതിലാരും ബലം പ്രവർത്തിക്കുന്നില്ലല്ലോ. ഒരു വസ്തു സമചലനത്തിൽ തുടരണമെങ്കിൽ അതിലൊരു ബലം പ്രയോഗിക്കപ്പെടണമെന്ന വാദഗതി ശരിയല്ല. അത് അതിന്റെ ചലനത്തിൽ തുടരണമെങ്കിൽ ഒരു സമചലനത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ അതിലൊരു ബലം പ്രയോഗിക്കണം എന്നുള്ള വാദഗതി എന്തല്ല, ശരിയല്ല. വസ്തുവിന്റെ സമചലനം നിലനിർത്തുന്നതിനായി വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഘർഷണ ബലത്തെ നിർവീര്യമാക്കാൻ ഒരു ബാഹ്യബലം പ്രയോഗിക്കേണ്ടതുണ്ട്. അതായത് ഒരു വസ്തു സമചലനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് ഒരു സ്റ്റോപ്പ്, ഒരു തടസ്സം ഉണ്ടായി, അവിടെ ഒരു ഘർഷണം ഉണ്ടായെങ്കിൽ ആ ഘർഷണത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഓപ്പോസ് ചെയ്യുന്ന ഘർഷണ ബലത്തെ ഒഴിവാക്കാൻ നമ്മളൊരു ബാഹ്യബലം പ്രയോഗിക്കണം എന്നുള്ളതാണ് ശരിയായ കോൺസെപ്റ്റ്. അതായത് വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഘർഷണ ബലത്തെ നിർവീര്യമാക്കാൻ ഒരു ബാഹ്യബലം പ്രയോഗിക്കണം. ഇത് രണ്ടും, ഇവിടെ ഈ രണ്ട് ബലങ്ങളും കൂടെ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? രണ്ട് ബലങ്ങൾ, ഓപ്പോസിങ് ഫോഴ്സ് രണ്ടും കൂടെ ഒരേപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാഹ്യബലം എന്ന് പറയുന്നത് 0 ആകും. അതായത് ഘർഷണ ബലവും അതേപോലെ വസ്തുവിലുള്ള ഘർഷണബലം നമ്മൾ പറഞ്ഞു. ഇപ്രകാരം ആകത്തുകയായ ബാഹ്യബലം എപ്പോഴാണ് 0 ആവുന്നത്? ഘർഷണബലത്തെ നിർവീര്യമാക്കാൻ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നുണ്ടല്ലോ. ഈ ബാഹ്യബലവും ഘർഷണബലവും സെയിം മാഗ്നിറ്റ്യൂഡ് ആയാൽ, സെയിം വാല്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അത് നിർവീര്യീകരിച്ച് പോവും. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് 0 ആവും. ബാഹ്യബലം 0 ആവും. 0 എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയാണ് അല്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബാഹ്യബലം 0 ആകുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു അവിടെ തന്നെ നിൽക്കും. ഇനി ചലിക്കുന്ന വസ്തു എന്ത് ചെയ്യും? ഘർഷണബലവും പോയിക്കൊണ്ടിരിക്കുന്ന ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിലുള്ള ബാഹ്യബലം ഈക്വൽ ആണെങ്കിൽ, അവിടെ ഒന്നുമില്ല എങ്കിൽ ആ വസ്തു ചലിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും തുടരും. വസ്തുക്കളുടെ ഈ അവസ്ഥയാണ് ജഡത്വം. അതായത് ഒരു വസ്തുവിന് അതിന്റെ ആ ഇരിക്കുന്ന അവസ്ഥയിൽ തുടരാനുള്ള കഴിവിനെയാണ്, മറന്നും ചെയ്യാണ്ട് അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവിനെയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. ജഡത്വം എന്നാൽ മാറ്റത്തിനുള്ള വിമുഖത എന്നാണ് അതിന്റെ അർത്ഥം. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ബാഹ്യബലത്തിന്റെ പ്രേരണ ഇല്ലെങ്കിൽ ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ സമചലനത്തിനോ മാറ്റം വരുത്താൻ സാധിക്കില്ല. ഒരു ബാഹ്യബലത്തിന്റെ പ്രവണത ഇല്ലെങ്കിൽ, ഈ ഘർഷണം മാറ്റുന്ന തരത്തിലൊരു ബാഹ്യബലത്തിന്റെ പ്രവണത ഇല്ലെങ്കിൽ ഈ വസ്തു അതിന്റെ സ്റ്റേറ്റിൽ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഒന്നുകിൽ ആ റെസ്റ്റിൽ തുടരും, നിശ്ചലാവസ്ഥയിൽ തുടരും, അല്ലെങ്കിൽ അതിന്റെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അതായത് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് നേർരേഖാ സമചലനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടലിന്റെ ഫാലസിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന് ശേഷമാണ് ന്യൂട്ടൺ വരുന്നതും ന്യൂട്ടൺ ഇനേർഷ്യനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി എക്സ്പെരിമെന്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നെടുത്ത പോർഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ടൈം ടേബിളൊക്കെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.